Welcome to Mahimas cooking class. ഇന്നത്തെ വീഡിയോയിൽ ചോക്ലേറ്റ് റാഗി മഫിൻ്റെ റെസിപ്പിയാണ്. ചോക്ലേറ്റ് റാഗി മഫിൻസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഒരു ബോളിലേക്ക് എടുക്കാം. നമ്മൾ റാഗി പൗഡർ വെച്ചിട്ട് ഒരു ഹെൽത്തിയർ മഫിനാണ് ചെയ്യുന്നത്. അതിനായിട്ട് റാഗി ഫ്ലവർ, ഒരു 1/4 കപ്പ് റാഗി ഫ്ലവർ എടുത്തു. 1/4 കപ്പ് കൊക്കോ പൗഡർ, കൊക്കോ പൗഡർ 1/4 കപ്പ്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് അരിപ്പയ്ക്കകത്ത് തള്ളിയെടുക്കാം. കൊക്കോ പൗഡറിൽ കട്ടകളുണ്ടാവും, അപ്പോൾ അതുകൊണ്ട് തള്ളിയെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർക്കാനായിട്ടുണ്ട്. ഞാൻ ഉപയോഗിക്കുന്നത് ബ്രൗൺ ഷുഗറാണ്. ബ്രൗൺ ഷുഗറും കാസ്റ്റർ ഷുഗറും കൂടെ ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ ബീറ്ററോ ഒന്നും ഉപയോഗിക്കാതെയാണ്, എല്ലാം കൂടി ഈ ബോളിൽ തന്നെ ഉള്ളൂ മിക്സിങ്. 1/4 കപ്പ് തന്നെ ബ്രൗൺ ഷുഗർ എടുത്തു. കൂടാതെ നമുക്കൊരു 4 ടേബിൾ സ്പൂൺ കാസ്റ്റർ ഷുഗർ കൂടെ ചേർക്കാം. കാസ്റ്റർ ഷുഗർ എന്ന് പറയുന്നത് ചെറിയ തരിയുള്ള പഞ്ചസാരയാണ്. ഇതൊരു 4 ടേബിൾ സ്പൂൺ ചേർത്തു. നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ചെയ്തു. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാണ്, മാറ്റി വെക്കാം. അടുത്തായിട്ട് നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ വേറൊരു ബോളിലേക്ക് എടുക്കാം. ഞാൻ ഉപയോഗിക്കുന്ന സൺഫ്ലവർ ഓയിലാണ്. സൺഫ്ലവർ ഓയിലിന് പകരം നിങ്ങൾക്ക് മെൽറ്റഡ് ബട്ടർ ഉപയോഗിക്കാം. എൻ്റെ കയ്യിലിരിക്കുന്ന 1/2 കപ്പാണ്. അതിൻ്റെ ഒരു 1/4 ഭാഗം എണ്ണ എടുത്തു. തൈര് 1/3 കപ്പ്. ഇനി ഇതിലേക്ക് മുട്ടയും കൂടെ ചേർക്കാം. ചെറിയ 2 മുട്ട എടുത്തു, അതുകൂടെ ചേർക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമുക്ക് കുറച്ച് വാനില എസൻസ് കൂടെ ചേർക്കണം. ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ്. ഈ വെറ്റ് ഇൻഗ്രീഡിയൻസ് നമുക്ക് ഡ്രൈയിലേക്ക് ആഡ് ചെയ്യാം. ഈ റാഗി പൗഡറും കൊക്കോ പൗഡറും ഇതിനകത്തേക്ക് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതേപോലത്തെ വയവിസ്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് വെച്ച് തന്നെ മിക്സ് ചെയ്താൽ മതി. നമ്മൾ എഗ് ബീറ്ററൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇത് വെച്ച് തന്നെ മഫിൻസ് ഉണ്ടാക്കാനായിട്ട് ഇത് മതി. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം നമുക്ക് മഫിൻ ടിൻസിലേക്ക് ഒഴിക്കാം. മഫിൻ ടിൻ ഇതേപോലെ ഞാൻ ലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലത്തെ ലൈനേഴ്സ് വെച്ചിട്ട് ലൈൻ ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഒഴിക്കാം. ഞാൻ ഒരു ഹാഫ് ഒഴിച്ച ശേഷം ഇതിലേക്ക് ഒരു ചോക്ലേറ്റിൻ്റെ ചെറിയൊരു കഷ്ണം അത് വെക്കുകയാണ്. അതിൻ്റെ ടോപ്പിലേക്ക് ബാക്കി ബാറ്റർ ഒഴിക്കുക. അപ്പം എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് 1/3 കപ്പിൻ്റെ മെഷറിംഗ് കപ്പാണ്. അത്രയും മാവ് ഒഴിച്ചേക്കുന്നത്. ചോക്ലേറ്റിൻ്റെ ഒരു കഷ്ണം ഇടാം. നമ്മുടെ ചോക്ലേറ്റ് റാഗി മഫിൻസ് നമുക്ക് കിട്ടുന്നത് ഈ ഒരു അളവിലാണ് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു 7 തൊട്ട് 8 മഫിൻസ് കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടത് 180 ഡിഗ്രിയിൽ അവൻ പ്രീഹീറ്റ് ചെയ്യുക. 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യുക. നല്ല ചൂടായ അവനിലേക്ക് വെച്ച് ഒരു 15 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ചോക്ലേറ്റ് റാഗി മഫിൻസ് ഇവിടെ റെഡിയായി. എൻ്റെ അവനിൽ 20 മിനിറ്റ് സമയമാണ് എടുത്തത്. ഓരോ അവനിലും ബേക്കിംഗ് ടൈം വ്യത്യാസം വരും. എപ്പോഴും ചെക്ക് ചെയ്യേണ്ടത് ഒരു വുഡൻ സ്ക്യൂവേഴ്സോ ടൂത്ത് പിക്കോ എല്ലാം ഇൻസേർട്ട് ചെയ്യുക. അത് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കുക്ക്ഡ് ആയിട്ടുണ്ടാവും. നമ്മൾ മൈദ വെച്ചുണ്ടാക്കുന്ന ടെക്സ്ചർ ആയിരിക്കത്തില്ല നമ്മൾ റാഗി വെച്ചുണ്ടാക്കുമ്പോൾ. ഇത് കണ്ട നല്ല മോയിസ്റ്റ് ആയിട്ട് കിട്ടും. ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത വീഡിയോയ്ക്കായിട്ട് സ്റ്റേ ട്യൂൺഡ് ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്.